മലേഷ്യൻ യാത്രയുടെ അവസാന രാത്രിയാണ് ഇന്ന്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സലോമ ബ്രിഡ്ജിലാണ്. മലേഷ്യയിൽ കണ്ടിരിക്കേണ്ട അടിപൊളി ഒരു സ്പോട്ട്. ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ ഒരു സലോമ ബ്രിഡ്ജിന് പറയാനായിട്ട്. രാത്രിയാണ് ഇവിടെ കൂടുതൽ ഭംഗി കാണാനായിട്ട്. നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടുന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ ഒരു സലോമ ബ്രിഡ്ജ് കാണാനായിട്ട് ഇവിടെ തടിച്ചുകൂടി ഇങ്ങനെ നിൽക്കുന്നത്. 1950കളിൽ മലായ് സിനിമയുടെ രാജ്ഞി എന്നറിയപ്പെട്ടിരുന്ന നടിയും ഗായികയുമായിട്ടുള്ള സലോമിയുടെ ആദരാജ്ഞലിയുടെ ഒരു സ്മാരകമായിട്ടാണ് ഈ ഒരു സലോമ ബ്രിഡ്ജ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത്. പകൽ രാത്രിയായി മാറുമ്പോൾ സലോമ പാലം വർണ്ണങ്ങളുടെ അതിശയകരമായ പ്രദർശനമായി മാറുന്നു. ക്ലാങ് നദിയെ അതിൻ്റെ മാന്ത്രിക തിളക്കത്താൽ പ്രകാശിപ്പിക്കുന്നു. ഇത് സന്ദർശകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാഴ്ചയായി മാറുന്നു. ഇതൊക്കെയാണ് സലോമ പാലത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മലേഷ്യയിലെ പെട്രോനാസ് ട്വിൻ ടവറും സലോമ പാലവും പരസ്പരം നടക്കാവുന്ന ദൂരത്തിലാണ്, അതായത് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സുഖപ്രദമായ 15 മിനിറ്റ് നടത്തം. 69 മീറ്റർ നീളമുള്ള ഈ പാലം ലൈറ്റുകളാൽ അലങ്കരിച്ചിരിക്കുന്നു. രാത്രിയിൽ സജീവമാണ്. മലേഷ്യയുടെ ദേശീയ നിറങ്ങളായിട്ടുള്ള ചുവപ്പ്, മഞ്ഞ, നീല എന്നീ നിറങ്ങളിൽ സ്പോട്ട് ചെയ്യുന്ന സലോമ ബ്രിഡ്ജ് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒന്നാണ്. കോലാലംപൂരിലെ ഏറ്റവും ഇൻസ്റ്റഗ്രാം ചെയ്യാവുന്ന സ്ഥലങ്ങളിൽ ഒന്നായതിനാൽ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്ത് കീപ്പ് ചെയ്യാനായിട്ട് മറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിൽ കണ്ടോ, ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടുപേര് പർച്ചേസിന് വേണ്ടി താഴെ പോയിക്കുകയാണ്. കണ്ടോ, ഞാൻ എൻ്റെ ബാഗൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ബാഗ് ഫുള്ളായിരുന്നു. ഈ ബാഗിൽ ഹാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ 2-3 വാച്ചസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, റൂമൊക്കെ അലങ്കോലായി കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് 1-2 സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്ത് ഇന്നത്തോടു കൂടി നമ്മുടെ മലേഷ്യൻ്റെ ഈ പാക്കേജ് ഇവിടെ തീരുവാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് 8-ാം തീയതി നൈറ്റിലാണ് തിരിക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ മലേഷ്യയിലുണ്ട്. അപ്പോൾ മുപ്പര് കൂടെ ഇങ്ങനെ മലേഷ്യയിൽ നിന്നും നമ്മൾ ലങ്കാവിയിലേക്ക് പോവുകയാണ്. ലങ്കാവിയിലെ കാഴ്ചകളും അവിടുത്തെ ബീച്ചിൻ്റെ വൈബും അവരുടെ കൂടെ വാട്ടർ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ ഇവിടുന്ന് അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും മലേഷ്യൻ ട്രിപ്പ് കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും ലൈക്കും കമൻസും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം കേട്ടോ കട്ടയ്ക്ക്. ഇന്നലെ ഞങ്ങൾ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി പോയി. അടിപൊളിയായിരുന്നു. നമ്മൾ പട്ടായ തായ്ലൻഡിലേക്ക് അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. മോർണിംഗ് 6 മണി വരെ അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മലേഷ്യയിൽ പാക്കേജ് അല്ലാണ്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ മെട്രോ സ്റ്റാർ ഹോട്ടൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. മെട്രോ സ്റ്റാർ നമ്മുടെ മലബാർ ഗോൾഡ്, ജോയ് ആലൂക്കാസിൻ്റെ ഒക്കെ അടുത്താണ്. മലേഷ്യയിലാണ്. നല്ല വ്യൂ ഉള്ള ഹോട്ടലാണ് ഇവിടെ. നല്ല സർവീസൊക്കെ ഉണ്ട്. നമ്മൾ താമസിച്ചിരുന്ന മെട്രോ സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ഫ്രണ്ടേജ് ആണിത് കേട്ടോ. ഇവിടെ ഒരുപാട് ജ്വല്ലറികളും അതുപോലെ തന്നെ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഹനീഫ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഉച്ചക്കിലത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ KLCC കോലാലംപൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള, വേൾഡിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ അക്വേറിയം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റിങ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അഡൽട്ടിന് 75 റിംഗിറ്റാണ്, മലേഷ്യൻ മണിയാണ് വരിക കേട്ടോ. സിറ്റിസൺ അതുപോലെ ചിൽഡ്രൻസിനൊക്കെ ടിക്കറ്റ് എടുക്കണം. ഇതിനകത്ത് നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ് പ്ലാനിങ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ പോകുന്നില്ല. ഞാൻ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് തിരിച്ച് എനിക്ക് ലങ്കാവിയിലേക്ക് ഇന്ന് രാത്രി 9 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ അക്വേറിയം കാണുന്നതോട് കൂടിയിട്ട് നമ്മുടെ മലേഷ്യൻ പാക്കേജ് ഇവിടെ തീരുവാണ് കേട്ടോ. നമ്മുടെ ടീംസൊക്കെ നമ്മളോട് യാത്ര പറയുകയാണ്. അപ്പോൾ എല്ലാവരും മുഖത്ത് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. 3-4 ദിവസം ഒരുമിച്ച് ഒരു ഫാമിലിയെ പോലെ ഒരുമിച്ച് നിന്നവരല്ലേ. അപ്പോൾ എല്ലാവർക്കും ചെറിയ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതേ അക്വേറിയമാണ്. അക്വേറിയത്തിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. ബേർഡ്സ്, സ്നേക്സ് ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. നടന്ന് കാണാനായിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഇത്. നിങ്ങൾ മലേഷ്യയിൽ വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യണ്ട. അടിപൊളിയാണ്. അണ്ടർ വാട്ടർ അക്വേറിയൊക്കെ നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയതുട്ടോ. നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ഒന്നല്ല, മസ്റ്റ് വിസിറ്റ് തന്നെയാണ് ഈ ഒരു KLCCയിലെ അണ്ടർ വാട്ടർ അക്വേറിയം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കാണുകയാണ് കേട്ടോ. ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുകയാണ് ഈ ഒരു KLCCയിലെ അക്വേറിയം. നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്.
മൊബൈൽ തോണ്ടാൻ നിൽക്കണം ഇവിടെ കിട്ടി ഹായ് ഹായ് is coming back.看出哦，最好2条哎。我这边2只哎，我还要去讲脚边。啊，你看那个。对，是韩国的。
നോക്കി നോക്കി ആയിഷ നോക്കി വിളിച്ചിടോ Information, this visitor have been here in Ampara KLCC since 2006. So like mentioned earlier, in Ampara KLCC we have a two species of sea turtle which is green.